ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായത് കാരണം അങ്ങനത്തെ ചെടിയുടെ പൂർണ്ണമായിട്ടുള്ള ചെറിയ വീഡിയോ അല്ല വന്നേക്കണത്. എന്നാലും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കാം എന്ന് വിചാരിച്ചിട്ട് വെയിലത്ത് വെച്ചു. പിന്നെ എത്ര തിരക്കായാലും നമ്മുടെ ഗാർഡനിൽ ഒന്ന് പോയി അവരൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. നമുക്കെപ്പോഴും ചെടികളോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ എപ്പോൾ ചെന്നാലും പണി ഉണ്ടാവും, പണിയില്ലാണ്ടിരിക്കില്ല. അപ്പം അങ്ങനെ തോന്നുമ്പോൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ടൈമിനുള്ളിൽ നമ്മുടെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വയലറ്റ് എക്സോർ ഇല്ലേ, വയലറ്റ് ചെത്തി. അപ്പോൾ അത് നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആകാശം മുട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. മുഴുവനായിട്ട് വെട്ടണില്ലേ, ഞാൻ മുഴുവനായിട്ട് വെട്ടുന്നത് മഴക്കാലമാകുമ്പോഴാണ് കേട്ടോ. മഴക്കാലമാകുമ്പോൾ നല്ലോണം താഴ്ത്തി വെട്ടും ഞാൻ. ഇപ്പോൾ ഒന്ന് എൻ്റെ ചെറിയ രീതിയിൽ, എന്നാലും പൂക്കളൊക്കെ ഉണ്ട്. എന്നാലും കണ്ടമാനം പൂവില്ല, എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന ചേർത്തുമ്പോൾ കുറച്ചും കൂടി പൂവുണ്ടായിക്കോളും. പിന്നെ നമ്മുടെ ക്രോട്ടൻ ഇവിടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഉള്ള നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഇലച്ചെടികൾക്ക്. അത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ പല കളർ കണ്ട. അപ്പോൾ ഇതിൽ തന്നെ ചുവപ്പ്, പച്ച, കറുപ്പ് എല്ലാ തരത്തിലുള്ള കളറുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് വെട്ടി ഒതുക്കി. പിന്നെ നമ്മുടെ 10 മണി എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കില്ലേ, നമ്മുടെ 10 മണി. അപ്പോൾ അത് എൻ്റെ കുറച്ച് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചുവന്നാറിപ്പൂ തൈ തന്നെ മുളച്ച് വന്നതാണ്. പിന്നെ ഞാൻ മാറ്റി വയ്ക്കാൻ പോയില്ല. നമുക്ക് വേറൊരു ദിവസം അതൊരു ചട്ടിയിലേക്ക് ആക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ റിബൺ ഗ്രാസ്, ഈ കത്രിക നല്ലതാണ് കേട്ടോ. ഈ കത്രിക പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് കാര്യമില്ല, വലിയ രീതിയിൽ, അതായത് കുറച്ച് എനിക്ക് മുളയുണ്ട്. അപ്പോൾ ആ മുള വെട്ടാനായിട്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.